ശ്രീ എൽദോസ് കുന്നപ്പള്ളി, നിങ്ങൾക്ക് 7 മിനിറ്റ് സംസാരിക്കും. ബഹുമാനപ്പെട്ട സ്പീക്കർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ്. ശ്രീ വി അബ്ദുറഹ്മാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, തമ്പാനൂർ KSRTC ബസ് സ്റ്റേഷൻ ഇപ്പോൾ ചെന്നു നോക്കിയാൽ ഭാർഗവി നിലയവും അവിടെ 2ാം നിലയിൽ മുഴുവൻ എലികളുമാണ് എന്നാണ് പറഞ്ഞത്. ഈ എലികളെല്ലാം 1 വർഷം കൊണ്ടുണ്ടായതാണ്. സ്വർഗാലയമായിരുന്ന തമ്പാനൂർ KSRTC ബസ് സ്റ്റേഷൻ ഇന്ന് ഭാർഗവി നിലയമാക്കി മാറ്റി എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ നേട്ടം. അതുതന്നെയാണ് UDF-ഉം LDF-ഉം തമ്മിലുള്ള നേട്ടത്തിന്റെ വ്യത്യാസം എന്നുള്ളത് സൂചിപ്പിക്കട്ടെ. സർ, CPM-ന്റെ നവകേരള മാർച്ച് 2016 ഫെബ്രുവരി 15-ന് തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ അവസാനിക്കുമ്പോൾ ജാഥ ക്യാപ്റ്റൻ CPM പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് പിണറായി വിജയൻ യാത്രാ വിജയത്തിന്റെ ലഹരിയിൽ ഒരു പ്രാവിനെ പറത്തി. ആ പ്രാവ് ഒരടി പോലും കുതിക്കാനാകാതെ നിലംപൊത്തി. വരാൻ പോകുന്ന ദുരന്തത്തിന്റെ ദുസ്സൂചനയാണ് എന്ന് എല്ലാവരും അതിനെ പ്രയോഗിച്ചു. അതെ, LDF അധികാരത്തിൽ വന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് പറത്തിയ ആ പ്രാവാണ് ഈ ഗവൺമെന്റ്. ദുസ്സൂചന പോലെ ഈ ഗവൺമെന്റ് മെയ് 25-ന് 1 വർഷം തികയുമ്പോൾ ഒരടി പോലും പറക്കുവാനും കുതിക്കുവാനും ആകാതെ തറയിൽ കൂപ്പുകുത്തിക്കിടക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. സർ, എന്തുകൊണ്ടാണ് ആ പ്രാവ് പറക്കാത്തത് എന്നറിയാമോ? ഞാൻ പറയാം അതിനെക്കുറിച്ച്. പ്രാവിന്റെ കാലുകൾ ആരോ ബന്ധിച്ചിരുന്നു. പ്രാവിന്റെ കാലുകൾ ആരോ ബന്ധിപ്പിച്ചിരുന്നു. അതിന്റെ ചിറകുകൾ അങ്ങയുടെ കൈകളിൽ അമർന്ന് തളർന്നിരുന്നു. സർ, ഈ ഗവൺമെന്റിന് പറ്റിയ വീഴ്ചയും അത് തന്നെയാണ്. അങ്ങ് മന്ത്രിമാരുടെ കാലുകൾ കൂട്ടിക്കെട്ടി, ഉദ്യോഗസ്ഥന്മാരുടെ ചിറകുകൾ തളർത്തി, ഏകാധിപത്യ ശൈലിയിൽ വാക്കുകൾ കൊണ്ട് അസ്ത്രം തൊടുത്തു. കൈ തൊടുന്നതൊക്കെയും നിലംപൊത്തുകയും നിലവിടുകയും ചെയ്യുന്നു. സാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, എനിക്ക് തോന്നുന്നത് അങ്ങേക്ക് കണ്ടകശനിയാണ് എന്നാണ്. കണ്ടകശനി കൊണ്ടേ പോകൂ എന്നാണ് ജ്യോത്സ്യന്മാർ പറയുന്നത്. സാർ, ഇതുമൂലം താഴെ പറയുന്ന ദോഷങ്ങൾ ഉളവാകും എന്നുള്ളത് ഉറപ്പല്ലേ? 1, വീഴ്ച, മനോവേദന, തൊഴിൽ വിട്ടുനിൽക്കുക, ധനനഷ്ടം, തോൽവി, ഭരണപരാജയം, മാനഹാനി, സ്ത്രീകൾക്കും കുട്ടികൾക്കും നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, കൊടിയ ജലദൌർബല്യം, ക്രിമിനൽ കേസുകൾ പെരുകൾ, മന്ത്രിമാർ അലസന്മാരാകുക, മണി കെണിയാകുക, ബെഹ്റ രാജിവെക്കാതിരിക്കുക, DGP ഇല്ലാതിരിക്കുക, സുപ്രീം കോടതിയിൽ കേസ് തോൽക്കുക, ജനം സർക്കാരിന് എതിരാകുക, മുഖ്യമന്ത്രി തോന്നിയത് പറയുക, എടാപ്പോടോ ചിരിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥ. പുതിയ ശാസ്ത്രമാണ് സാർ, കേട്ടോളൂ. അലസത, അഹങ്കാരം എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. സാർ, ഇതിന് പ്രതിവിധിയുണ്ട്. ഇത് തൽക്കാലത്തേക്കെങ്കിലും തരണം ചെയ്യണമെങ്കിൽ ചില പ്രതിവിധികൾ കൂടി ഞാനിവിടെ പറയുകയാണ്. ശനിയാഴ്ച ഉപവസിക്കണം. ഇരുമ്പിന്റെ മോതിരം കയ്യിൽ ധരിക്കുക. മന്ത്രിമണി അതിന്റെ ആവശ്യമില്ല. ഇരുമ്പിന്റെ താക്കോൽ കൂട്ടം പിടിച്ചാലും മതി. പ്രതിപക്ഷത്തെ കേൾക്കുക, ചോദ്യങ്ങൾക്ക് വഴങ്ങുക, ഭരണകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക, കോടതി വിധി മാനിക്കുക, നല്ലത് ചിന്തിക്കുക, KSU, യൂത്ത് കോൺഗ്രസ്, UDF സമരങ്ങളെ അടിച്ചമർത്താതിരിക്കുക, ഉദ്യോഗസ്ഥന്മാരെ മുഖവിലക്കെടുക്കുക. സാർ, നാട്ടുഭാഷയുടെ ആധുനിക പിതാവായ MM മണിയെ മുഖ്യമന്ത്രി ചുമക്കുന്നത് ഈ കണ്ടകശിനി കൊണ്ടാണ്. സുപ്രീം കോടതി തള്ളിപ്പറഞ്ഞ ലോക്നാഥ് ബെഹ്റയെ മുഖ്യമന്ത്രി താങ്ങുന്നതും സെൻകുമാറിനെ തൽസ്ഥാനത്ത് നിയമിക്കാത്തതും ഈ കണ്ടകശിനി കൊണ്ടാണ്. മറ്റ് മന്ത്രിമാരുടെ ഉപദേശം തേടാതെ കൂടുതൽ ഉപദേശകന്മാരെ വയ്ക്കുന്നതും ഈ കണ്ടകശിനി കൊണ്ടാണ്. DJP ആരാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി മറുപടി പറയാഞ്ഞത് ഈ കണ്ടകശിനി കൊണ്ടാണ്. ജിഷ്ണു പ്രണോയിയുടെ അമ്മ മഹിജയെ DGP ഓഫീസിന് സമീപം വലിച്ചിഴിച്ചത് ഈ കണ്ടകശിനി കൊണ്ടാണ്. മൂന്നാർ ഒഴിപ്പിക്കയിൽ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ട മന്ത്രിസഭയിൽ ഭിന്നാഭിപ്രായം ഉണ്ടായത് ഈ കണ്ടകശിനി കൊണ്ടാണ്. CPI സംസ്ഥാന സെക്രട്ടറി ബഹുമാനായ ശ്രീ കാനം രാജേന്ദ്രൻ കറക്കിയെറിഞ്ഞ മുതലാളിത്ത ശൈലി തകർക്കൽ സുദർശന ചക്രത്തിൽ മുഖ്യമന്ത്രി നിലംപരിശായതും ഈ കണ്ടകശിനി കൊണ്ടാണ്. സർ, വ്യവസായ വകുപ്പിലാണ് ആദ്യമായി ഈ കണ്ടകശിനി പിടിപെട്ടത്. സാർ, വ്യവസായ വകുപ്പിന് എന്താണ് 1 വർഷം കൊണ്ട് നേട്ടമുണ്ടാക്കിയത്? വ്യവസായ വകുപ്പിനുണ്ടായ ആകെക്കൂടി നേട്ടം 1 വർഷത്തിനുള്ളിൽ EP ജയരാജൻ രാജിവെച്ചു എന്നുള്ളത് മാത്രമാണ്. തന്നെ
വ്യവസായ വകുപ്പിൽ നിന്ന് മാറ്റണമെന്ന് ചില മാഫിയകൾ ആവശ്യമുന്നയിച്ചിരുന്നു എന്നാണ് ജയരാജൻ അന്നിവിടെ പറഞ്ഞത്. സാർ, ആരാണ് ഈ മാഫിയ? പറയണ്ടേ? ജയരാജനോട് രാജിവെക്കാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ജയരാജൻ കുറ്റസമ്മതം നടത്തി എന്ന് പറഞ്ഞത് CPM സെക്രട്ടറി കോടിയേരിയുമാണ്. അപ്പോൾ മുഖ്യമന്ത്രിയും കോടിയേരിയുമാണോ ഈ മാഫിയക്കാർ? പക്ഷേ ശരിക്കും ജയരാജനോട് ചെയ്തത് നീതികേടാണ്. എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ് ശ്രീ EP ജയരാജൻ. കാരണം 15 വർഷമായി പൂട്ടിക്കിടക്കുന്ന പെരുമ്പാവൂർ റയോൺസിലെ തൊഴിലാളികളുടെ കുടിശ്ശിക കൊടുത്തു തീർക്കാമെന്ന് പറഞ്ഞ് ഉറപ്പു നൽകിയ ആളായിരുന്നു പാവം ജയരാജൻ സഖാവ്. ബന്ധുക്കളെ നിയമിച്ചതിന് ജയരാജന് മാത്രമേ കുറ്റമുള്ളൂ. അന്ന് 15ഓളം ബന്ധുക്കളെയാണ് CPM നേതാക്കൾ നിയമിച്ചത്. ജയരാജന്റെ ബന്ധുക്കളൊഴികെ എല്ലാവരും ഇപ്പോൾ തുടരുന്നത് നീതിയിരിക്കാമോ? 13 വ്യവസായങ്ങൾ ഈ സർക്കാർ വന്നതിന് ശേഷം ലാഭത്തിലായി എന്നാണ് മന്ത്രി പറയുന്നത്. എന്ത് സൂത്രമാണ്? ഒരു വർഷത്തെ ഓഡിറ്റ് പോലും നടത്തിയിട്ടില്ലാത്ത ഇത് കണക്കിലെ കള്ളക്കറികൾ കൊണ്ട് മാത്രമാണ് ഇത് ലാഭത്തിലാണ് എന്ന് പറയുന്നത്. കയർ മേഖല തകർന്നടിഞ്ഞു കിടക്കുകയാണ്. സാർ, ഇവിടെ വാചകമടി മാത്രമാണ് കയർ മേഖലയിൽ നടക്കുന്നത്. വർഷം മുഴുവൻ കശുവണ്ടി തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുമെന്നാണ് പ്രഖ്യാപിച്ചത്. പക്ഷേ ഇപ്പോൾ അത് അടച്ചുപൂട്ടി ഇട്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി മേഴ്സിക്കുട്ടി അമ്മയ്ക്കെതിരെ 10.34 കോടി രൂപയുടെ അഴിമതി കേസാണ് ഉണ്ടായത്. സഭയിൽ ബഹുമാനപ്പെട്ട ശ്രീ VD സതീശനാണ് ആരോപണം ഉന്നയിച്ചത്. വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് മേഴ്സിക്കുട്ടി അമ്മയെ രക്ഷിക്കുകയാണ് ഈ ഗവൺമെന്റ് ചെയ്തത്. സാർ, ചെറുകിട വ്യവസായ സംഘടനയായ കേരള സ്റ്റേറ്റ് SMEOയെ അട്ടിമറിച്ച് VKC മുഹമ്മദ് കോയയുടെ നേതൃത്വത്തിലുള്ള KSSIയെ കുടിയിരുത്തുവാൻ നടത്തുന്ന ശ്രമം അഴിമതി ലക്ഷ്യം വച്ചുകൊണ്ടുള്ളതാണ്. അതിനെക്കുറിച്ച് മുൻപുള്ളവർ സംസാരിച്ചു എന്നുള്ളതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. സാർ, മന്ത്രി മണിയെക്കുറിച്ചും കുറിച്ചും ഒന്നും പറയുന്നില്ല. കാടും മേടും വൃക്ഷങ്ങളും മൃഗങ്ങളും ഒന്നും വേണ്ട എന്നും കാട്ടിൽ മറ്റേ പണിയാണെന്നും പറയുന്ന ഈ ഗ്രാമവാസി ആതിരപ്പള്ളി പദ്ധതി നടപ്പിലാക്കുമെന്ന് പറയുമ്പോൾ മന്ത്രിസഭയിലെ CPI മന്ത്രിമാർ അതിനെതിരല്ലേ? കൂട്ടുത്തരവാദിത്തമില്ലാതെയും വായിൽ തോന്നി വിളിച്ചു പറയുകയും ചെയ്യുന്ന ഈ മണിക്ക് മൂക്കുകയറുടെ സമയം അതിക്രമിച്ചു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് താക്കീത് നൽകിയെങ്കിലും അതിനുശേഷമുള്ള മണിയുടെ പ്രസ്താവനകളും സംസ്കാരമില്ലാത്തതും പദവിക്ക് യോജിച്ചതുമല്ലേ എന്ന് തെളിയിക്കുകയാണ്. സാർ, ഞാൻ ചുരുക്കുകയാണ്. ഏതാണ്ട് മന്ത്രി മണി ആശാനോട് വ്യക്തിപരമായ എതിർപ്പ് ഞങ്ങൾക്ക് ആർക്കുമില്ല. അങ്ങയുടെ സംസ്കാരശൂന്യമായ വാക്കുകളോടാണ് എതിർപ്പ്. സാർ, അതുകൊണ്ട് മാത്രമാണ് അങ്ങ് വൈദ്യുതി മന്ത്രിയായി ഇരിക്കുമ്പോഴും വൈദ്യുതിയുടെ ഉപഭോക്താക്കളായി ഞങ്ങൾ തുടരുന്നത്. നിയമസഭയുടെ 60ാം വാർഷികത്തോടനുബന്ധമായി പഴയ നിയമസഭാ ഹാളിൽ ഒരിഞ്ഞ ചൂടും ആവിയിലും ഒരു ശീതീകരണ യന്ത്രം പോലും ഇല്ലാതെ സഭ ഒന്നടക്കം ഇരുന്നത് അങ്ങയോടുള്ള പ്രതിഷേധമായിട്ട് കൂടിയാണ് എന്നുള്ളത് അങ്ങ് മനസ്സിലാക്കണം. ഞാൻ ചുരുക്കിയാണ്. ഒരു ഉപദേശം കൂടി വൈദ്യുതി മന്ത്രിക്ക്. വൈദ്യുതി മൂലമുണ്ടാകുന്ന തീയിൽ വെള്ളമൊഴിച്ച് അണയ്ക്കാൻ ശ്രമിക്കരുത്. അത് വൻ അപകടത്തിനും അവനവന്റെ തന്നെ നാശത്തിനും ഇടയാകും. അങ്ങയുടെ നാവിനും കൂടി ഇത് വേണ്ടി ഞാൻ പറയുകയാണ്. ഒരു വാക്കുകൂടി എനിക്ക് അവസാനത്തെ സ്പീച്ചില് സാറ് വളരെ കനിവുള്ള ആളാണ് എന്ന് എനിക്കറിയാം. സാർ, രാമായണം എഴുതിയത് വാൽമീകിയാണ്. ഈ വാൽമീകി സന്യാസിയാകുന്നതിന് മുൻപ് ഒരു വേടനായിരുന്നു. ദിവസവും മാനിനെയും മൃഗങ്ങളെയും പിടിച്ചുകൊണ്ടുവരും. ഒരു ദിവസം ഭാര്യയോട് ചോദിച്ചു, ഇതിന്റെ ഭാവഭാരമെല്ലാം നീ കൂടി പങ്കുവെക്കില്ലേ? ഭാര്യ പറഞ്ഞു, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ തന്നെ അനുഭവിച്ചിടണം. സാർ, ഇവിടെ മന്ത്രിമാരും മന്ത്രിസഭയും ചെയ്യുന്ന പാപങ്ങൾ അനുഭവിക്കേണ്ടത് പാവപ്പെട്ട ജനങ്ങളാണ്. അതുകൊണ്ട് ഈ ശ്ലോകത്തിൽ ഒരു മാറ്റമുണ്ട്. ഗവൺമെന്റ് നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ പാവം ജനങ്ങൾ തന്നെ അനുഭവിച്ചിരുന്നു. ഞാൻ ചുരുക്കുന്നു. ഈ ധനാഭ്യർത്ഥനയെ എതിർക്കുന്നു.